പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ മാർഗം എന്നുള്ള വചനഭാഗത്തിൽ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു: ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യമാണ്. മകനെ, എൻ്റെ തീരുമാനം സ്വീകരിക്കുക, എൻ്റെ ഉപദേശം നിരാകരിക്കരുത്. നിൻ്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിൻ്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ നുകത്തിന് ചുമല് താഴ്ത്തുക, അവളുടെ കടിഞ്ഞാൺ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക, അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക, അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തിക്കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ നുകം സ്വർണ്ണാഭരണവും കടിഞ്ഞാൺ നീലച്ചരടുമാകും. മഹത്വത്തിൻ്റെ നീലങ്കി പോലെ നീ അവളെ ധരിക്കും, തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനേ, മനസ്സ് വച്ചാൽ നിനക്ക് ജ്ഞാനിയാകാം, ഉത്സാഹിച്ചാൽ നിനക്ക് സമർത്ഥനാകാം. ആമേൻ.